സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെയാണ് വയനാടും വിലങ്ങാടും കടന്നുപോയത്. വയനാട്ടിൽ ഉണ്ടായ ദുഃഖങ്ങൾ ഓരോ കുടുംബത്തിനും വ്യത്യസ്തമാണ്. ഉറ്റവർ നഷ്ടപ്പെട്ട, ഉടയവർ നഷ്ടപ്പെട്ട നിരവധി മനുഷ്യർ ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. അതിൽ ശ്രുതിയുടെയൊക്കെ നൊമ്പരങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. അതിനുശേഷം പ്രതിശ്രുത വരനും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പക്ഷേ ശ്രുതിയെ ചേർത്ത് പിടിക്കാനൊക്കെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും കാണിച്ച ആ ഒരു സന്നദ്ധതയും തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 47 ആളുകളെ അവിടെ കാണാതായി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. അത് അങ്ങേയറ്റത്തെ ഖേദകരമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ നഷ്ടപ്പെട്ട ആളുകളെ, കാണാതായ ആളുകളെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. 72 ദിവസത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കണ്ടുകിട്ടിയ അർജുനൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും ഇനിയും പുനരാരംഭിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെയാണ് ഈ അവസരത്തിൽ ഉള്ളത്. അതേപോലെ തന്നെയാണ് വയനാട്ടിലെ പോലെ തന്നെയാണ് ഏറ്റവും ദുരന്ത ഭൂമിയായി മാറിയതാണ് വിലങ്ങാട്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് അത് ഈ വർഷം മാത്രമല്ല, 2019-ലും 2017-ലുമൊക്കെ അവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വലിയ തോതിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. മാത്യു മാഷ് ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അന്ന് എല്ലാവർക്കും അലർട്ട് കൊടുത്തു, എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. പക്ഷേ അവസാനം മാത്യു മാഷ് മലവെള്ളം എടുക്കുകയാണ് ഉണ്ടായത്. ആ മനുഷ്യജീവനുകൾ ഒന്നു മാത്രമേ അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എങ്കിലും അവിടുത്തെ നഷ്ടം വലിയ നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടായിരിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചിട്ടുണ്ട്. 50-ലധികം ഏക്കർ കൃഷിഭൂമി നശിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ആളുകൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യമുണ്ട്. അപ്പോൾ വേണ്ടത്ര സർക്കാർ സംവിധാനം അവിടേക്ക് എത്തിയോ എന്നൊരു സംശയവും കൂടെയുണ്ട്. ഒന്നുകൂടി ആ കാര്യത്തിൽ, വിലങ്ങാട് കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അവിടുത്തെ ലോൺ എടുത്ത മനുഷ്യർ പലർക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയല്ല, അത് കാർഷിക കടങ്ങൾ ഉൾപ്പെടെ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിൽ വിലങ്ങാട്ടെ മനുഷ്യർ ഇപ്പോഴും നിൽക്കുകയാണ്. അത് ആ തരത്തിൽ ഒരു പരിഗണന വിലങ്ങാടിന് കൂടി ഉണ്ടാകണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഈ 2 സ്ഥലങ്ങളിലെയും ഈ വലിയ ദുരന്തത്തിനോട് അവിടെ നഷ്ടപ്പെട്ട മനുഷ്യജീവനുടെ അവരുടെ വേർപാടിനോടൊപ്പം ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. മരിച്ച എല്ലാവരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.